ഷമി തിലകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷമി തിലകൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ സർ. ഷമി, ഹലോ, ഇപ്പോൾ കേൾക്കാം. എത്തരത്തിലാണ് ഇപ്പൊ ഈ ഒരു രാജിയൊക്കെ തുടർന്ന് എങ്ങനെയാണ് താങ്കൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം നിരവധി പേരുകൾ ഉയർന്നു വരികയാണ്, പുതിയ പുതിയ പേരുകൾ ഉയർന്നു വരികയാണ്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? സർ, അതിനകത്ത് ഈ പുതിയ പുതിയ പേരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പൊ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. നമ്മള് അതായത് നമ്മളെന്ന് സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണല്ലോ. നമ്മുടെ ജനാധിപത്യ ഭരണമായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ടാക്സും എന്താണ് ആ പണമൊക്കെ ചെലവാക്കിയിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം പുതിയ പുതിയ ആൾക്കാർ, അതിനകത്ത് ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ആരോപണം, അവരെ ഓക്കെ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ രാജിവെക്കേണ്ടി വരുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിൽ നിന്ന് അതിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ആകാം ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ. എന്താണെന്നുള്ളത് നമുക്ക് ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു മാഫിയ സംഘം ഇതിന്റെ പുറകിലുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ചിലപ്പോൾ നടത്തുന്ന പല 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 എന്താണ് മാജിക് പ്രകടനങ്ങളായിരിക്കാം ഇതൊക്കെ എന്നൊക്കെ നമുക്ക് കാര്യം പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. കാര്യം അതുകൊണ്ട് ആധികാരികമായിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാം. ഈ പുതിയ പുതിയ സംഭവങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നേ എനിക്ക് ഞാൻ പറയുന്നുള്ളൂ. അതായത് മറ്റൊന്നുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ചാണെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. ഷമി, അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 96-ാം ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം, പല പ്രമുഖരും ഇതിൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും ഈ പ്രമുഖർ എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഒരു എന്താ നമുക്കത് പറയാൻ സാധിക്കുക? നമുക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇവരെ പ്രമുഖർ എന്ന് വിളിക്കുന്നതിൽ ഒരു നീരസം തോന്നുന്നില്ലേ? സർ, അത് ഓൾറെഡി ഇപ്പോ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണത്. ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് അത് സംബന്ധിച്ചൊരു ഇന്റർവ്യൂ ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അടുത്ത മാസം അതിന്റെ ഹിയറിംഗ് നടക്കാൻ പോവുകയാണ്. സർക്കാരിന്റെ അതിന്റെ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഇപ്പോഴേ നമ്മള് അതിനെക്കുറിച്ച് നമ്മൾ പറയത്തില്ലേ, വെള്ളപ്പൊക്കം വരാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പോഴേ മുണ്ടുപൊക്കേണ്ട കാര്യമില്ല, മടക്കി കുത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവരത് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനം തീർച്ചയായിട്ടും എടുക്കും. അങ്ങനെ വരും. ഈ പ്രമുഖരുടെ പേര് ഒരു മാസത്തിനകം പക്ക വെളിയിൽ വരും. അപ്പൊ നമ്മൾ അതുവരെ വേവോളം കാക്കണമെങ്കിൽ ആറോളം കാത്തുകൂടെ എന്നുള്ള ഒരു രീതിയിൽ പോകുന്നതല്ലേ സാർ നല്ലത്? അല്ലാതെ നമ്മൾ അതിനെ വേണ്ടിയിട്ട് അല്പം മുൻവിധിയോടുകൂടി ഇന്നതായിരിക്കാം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിയമബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഷമി, താങ്കളുടെ ആ ഒരു നിലപാടിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം അത്തരത്തിലും ഒരു നിലപാട് നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് താങ്കളും ഇപ്പോൾ പ്രതികരിച്ചത്. വളരെയധികം നന്ദി ഷമി തിലകൻ. അതിന് നമ്മൾ സൂക്ഷിക്കുക. കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ആർട്ടിക്കിൾ 227 പ്രകാരം മേൽനോട്ട അധികാരമുള്ള ഒരു കോടതിയാണ്. മറ്റുള്ള താഴേക്കുള്ള എല്ലാ അപ്പീൽ കോടതിയും മറ്റതും മറിച്ചതും ഒന്നും ഹൈക്കോടതിയുടെ ഒരു തീരുമാനത്തിന് മേലെ അവർക്ക് പിന്നെ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ഒരു എന്താണ് ഒരു മേൽനോട്ടാധികാരമുള്ള കോടതിയിൽ ഒരു വിഷയം ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് യാതൊരുവിധ മറുപടി സംസാരവും പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച നടത്തണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ആകാം, അത് വേറെ കാര്യം. പക്ഷെ ഈ പ്രമുഖരാര് ഇങ്ങനെ അതിനെ കുറിച്ച് നമ്മുടെ കോടതി തന്നെ പറയും. പിന്നെ നമ്മളെന്തിനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ട കാര്യം? എന്തായാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹൈക്കോടതിയിൽ ആ കേസ് അടുത്ത മാസം വെച്ചിരിക്കുന്ന കേസ് നടക്കാതെ ഇവരുടെ പേര്, ഒരാളുടെ പോലും പേര് വെളിയിൽ വരാൻ പോകുന്നില്ല. അഥവാ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല. കാര്യം എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, ശരിയാണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു എന്താണ് ഒരു കോച്ച് ഫോർ ഫയർ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു ഇച്ചിരി എടുത്തുചാട്ടമാവുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. തീർച്ചയായും തീർച്ചയായും പല ആളുകളും പല ആൾക്കാരും ഇതിന്റെ ഒരു മറവ് പിടിച്ച് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് സാർ. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായ പോയിന്റ് അടിസ്ഥാനത്തിൽ മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ വലിയ ദോഷങ്ങളുണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എനിക്ക് എന്താണ് അത് സംബന്ധിച്ച് നിയമവിദഗ്ധർ എനിക്ക് തന്നിട്ടുള്ള എന്താണ് ഒരു ഒപ്പീനിയനും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
തീർച്ചയായും കുറച്ച് ഷമി, ദിവസമായിട്ട് ഞാൻ ഈ കാര്യം പൂർണ്ണമായും സംസാരിച്ചതാണ്. മാനിക്കുന്നു താങ്കളുടെ അഭിപ്രായത്തെ. തീർച്ചയായും അത്രയും നല്ല രീതിയിൽ വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് താങ്കൾ എന്തായാലും രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഷമി, ഇപ്പോൾ ഈ ഒരു രേവതി സമ്പത്ത് പ്രതികരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തികളെല്ലാം രംഗത്ത് വന്നു, അല്ലെങ്കിൽ അവരെല്ലാം പുറത്തു വന്നു, അവർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നിട്ടും ഈ ഒരു രേവതി സമ്പത്ത് പരാതി എന്തായാലും നൽകുന്നില്ല, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നൊക്കെ തന്നെയാണ് പ്രതികരിച്ചത്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? സർ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അവര് ഒരു പുതിയ വിഷയമല്ലത്. അവര് തന്നെ എന്റെ അറിവ് ശരിയാണെന്നെങ്കിൽ 2016 മറ്റോ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് ഇന്ന് കഴിഞ്ഞ ദിവസം അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതെല്ലാം ഇന്ന് അത് അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ആളുടെ പരാതി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ ഇതേ വിഷയം തന്നെ 2018 അത് 2018 സോറി 2023 തോന്നുന്നു, 2023 22 ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുള്ള വിഷയമാണ് ഈ വിഷയത്തിനെ സംബന്ധിച്ച വിഷയം. അപ്പൊ ഞങ്ങളുടെ അന്ന് ഞാൻ അംഗമായിരുന്ന ആ സംഘടനയിൽ, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പുതിയ വിഷയമൊന്നും അല്ല. അത് കുറെ നാളായിട്ട് പരാതിയായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് സാർ അത്. പക്ഷേ ഇതിനു മുമ്പും അന്ന് ഈ ഒരു 2019 2022 ഇതെല്ലാം ഈ ഒരു ആരോപണമെല്ലാം ഉയർന്നു വന്നിരുന്നു. അന്നെല്ലാം വളരെ നിസാരമായി തന്നെ തള്ളിക്കളയുകയായിരുന്നു അന്നും സിദ്ദിഖ്. അതിനുശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, സംഘടനയ്ക്കുള്ളിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കും അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് തന്നെ കയറി വന്നതും. ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതുകൊണ്ടല്ലേ ഇത്തരത്തിലൊരു രാജിയിലേക്ക് തന്നെ സിദ്ദിഖിന് പോകേണ്ടി വന്നത്? തീർച്ചയായിട്ടും. കാര്യം ഞാൻ കൊടുത്ത പരാതിയില്, എന്റെ പരാതിയിലെ വരികൾക്കിടയിൽ കൂടെ വായിച്ചു നോക്കിയാൽ ഞാൻ ഇരയാണെന്നുള്ള ധാരണയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പരാതിയിലെ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹമായിരുന്നു. അപ്പൊ പിന്നെ എനിക്കെതിരെയുള്ള ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അതിന്റെ അധ്യക്ഷനായിട്ട് വെക്കുമ്പോൾ, അച്ചടക്ക കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വെക്കുമ്പോൾ അതിനകത്തെ ഒരു അന്യായങ്ങളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തൂ. തീർച്ചയായും ഷമി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.